കുറച്ച് അമരയ്ക്കയും ഉള്ളിയും. അമരയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് അത് മുമ്പേ ഒന്ന് വാടണം. വാട്ടിക്കഴിഞ്ഞ് അതെടുത്തിട്ട് വേണം ഇനി ഉള്ളിയും ഇതിലൂടെ കടുവറുത്തിട്ട് തേങ്ങയ്ക്ക് ചതയ്ക്കണം. വെളുത്തുള്ളിയും ജീരകം വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. പിന്നെ കരിവേപ്പിലയും തേങ്ങയും മഞ്ഞപ്പൊടിയും ചേർക്കണ്ടേ, പച്ചമുളക്. ചിലർ കുറച്ച് അരിഞ്ഞും കൊണ്ടിടും, അപ്പോൾ ഒരു രുചി കിട്ടും. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണം, അമരയ്ക്കായതുകൊണ്ട്. അപ്പം വേറൊരു ഇതിന് ചവർപ്പില്ലയോ? അത് ചവർപ്പ് മാറാനാ ഉള്ളി. എന്താ ഉള്ളി? ചെറിയ ഉള്ളി. അത് ചവർപ്പ് വരുന്ന കാരണം രണ്ട് സൈഡിലെ ഞരമ്പ് അതിൻ്റെ എടുത്ത് കളയാൻ. തോരൻ വെക്കുമ്പോൾ പിന്നെ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാ അമരയ്ക്ക. അതിൻ്റെ ഗുണം അത് മുഖത്തിൻ്റെ തൊലിക്കൊക്കെ ഗ്ലേസിങ്ങും എല്ലാം തൊലിക്കൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല പച്ചക്കറി രോഗങ്ങളൊക്കെ ഇല്ലാതാക്കും. മുഖത്ത് സ്കിന്നിനകത്തൊക്കെ ശകല ഉപ്പ്, ഇതിനകത്തൊക്കെ ഉപ്പ് രസമുണ്ട്. ഒരു വേന്ത് ഊറ്റുന്ന തിളച്ച് രണ്ടാം കൂടെ അടച്ചിട്ടിട്ട് അതിന് വന്ന് ഊറ്റിന് സ്റ്റീൽ കലത്തിലാണ് വെക്കുന്നത്. അപ്പം അത് കുക്കറി വെക്കുന്നവണക്ക് അടച്ചു വെച്ചിട്ട് പോയാൽ വെന്ത് ഊറ്റി വെക്കും. ഇത്രയും ചോറിൻ്റെ ആവശ്യമില്ല അവർക്ക്. ഒരു ഇരട്ടകളായതുകൊണ്ട് അവർക്ക് രണ്ടായിട്ടൊക്കെ തിന്നാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ ഇതൊന്ന് അടയ്ക്കട്ട് ഞാനും നമുക്ക് ഇറച്ചിക്ക് മസാല എല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മുളകെല്ലാം കുരുമുളകും ഉലുവ എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കും, കായമൊക്കെ ഇട്ട്. അപ്പോൾ മീനിനെ മാങ്ങയാണ് അത് ഞാൻ അതിൻ്റെ ചമർപ്പൊക്കെ മാറ്റാം. അതിൻ്റെ രണ്ട് സൈഡിലും വേരെടുക്കും. ഇത് ഉണക്കും. ചില ആൾക്കാരെ ഇത് അമരയ്ക്ക ഇതുപോലെ കീറിയിട്ട് രണ്ട് സൈഡും കീറിയിട്ട് അങ്ങ് ഉണക്കി വാരി വെക്കും, മെഴുക്കുരട്ടി വെക്കാനായിട്ട് വറുത്തെടുക്കാം. നമുക്ക് സാധാരണ നമ്മൾ മെഴുക്കുരട്ടി വെക്കുമല്ലോ അതുപോലെ. അന്നേരം ഇത് ഉണങ്ങിയിരിക്കില്ലേ, ഉണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളത്തിനകത്തോട്ടൊന്ന് തപ്പി വെച്ചിട്ട് ഇച്ചിരി ഉപ്പൂടെ വെക്കണം. എന്നിട്ട് പിന്നെ അതെടുത്ത് കഴുകുവറുത്ത് ഇട്ടിട്ട് മെഴുക്കുരട്ടി ഉള്ളി സവാള ഉള്ളിയും കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ചെറിയ ഉള്ളിയും സവാളയൊക്കെ കൂടി ഇട്ട് ചെറിയ രീതിയിലുള്ള രീതിയൊക്കെ മതി. ഇനി തോരൻ വെച്ച് മീൻ പൊരിക്കണം. അരി വെന്ത് അരി തിളച്ച് പിള്ളേർ പോയി കഴിയുമ്പോഴത്തേനെ ഇതങ്ങ് എടുത്ത് കളയണം. തുണിയെല്ലാം കഴുകി വരി വെച്ചേക്കുക. പൂച്ചയ്ക്ക് കൊടുക്കാം. പൂച്ചയും എല്ലാം ഇവിടെ വരുമ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും. നമ്മുടെ പൂച്ചക്കാണ് അല്ല, നമ്മുടെ പൂച്ചയൊന്നും തിന്നത്തില്ല. അതിന് മീൻ മതി. വരുന്ന പൂച്ച തിന്നില്ല. പണ്ടേ വരുന്ന പൂച്ചയുണ്ട്, വലിയ തടിമാനം. അത് ഇങ്ങനെ കഴിഞ്ഞോണ്ട് വരും, ഒരു കറുപ്പും ഒരു വെളുപ്പും. അവരില്ലല്ലോ, അവിടെ വന്ന് കിടക്കും. അതങ്ങ് കൊടുക്കുവാണെങ്കിലേ അവരങ്ങ് തിന്നോളൂ. പിന്നെ നമുക്ക് അന്നേരം എച്ചിലൊന്നും അവിടെ കാണത്തുമില്ല. അവരുടെ വയറും വീർക്കും, ഭക്ഷണമായി കിട്ടും. അത് പൂച്ചയ്ക്ക് ഇവിടെ ഒരു പൂച്ചയുണ്ട്, മീനിനെ അന്വേഷിച്ചാണ്. മീനുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ മീന് മുട്ടയൊക്കെ പൊടിച്ചു റോളിങ് അല്ലേ. പിന്നെ നമ്മുടെ മീൻകാരൻ ചിലപ്പം എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വാങ്ങിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്കൊക്കെ വെളി മേടിക്കുന്നതിനേക്കാളും ലാഭത്തിൽ തരുന്നതാണ് മീൻ. ചട്ടി കഴിയും തോരൻ വെക്കാൻ. മീനുകളെ പച്ച ഇന്നത്തെ പരിപാടി ഇപ്പൊ കഴിയും. അവര് ബെഡ് റോസ്റ്റ് കൂടെ ചെയ്യണം, മുട്ടയ്ക്കകത്ത് മുക്കിയിട്ടേ. അപ്പൊ അവരുടെ ഉള്ളിൽ മുട്ടയും ചെല്ലും. അതുകൊണ്ടാണ് മാറി മാറി കൊടുക്കണം. സാധാരണ പിള്ളേരുടെ കാര്യമില്ല.
ഇഡ്ഡലി ദോശയൊന്നും എന്നും കഴിക്കത്തില്ല, അതൊന്നും വേണ്ട. ഒരാൾക്ക് ഇഡ്ഡലി ഇഷ്ടമാണ്, ഒരാൾക്ക് ദോശയും സാമ്പാറും, ഒരാൾക്ക് ചമ്മന്തി ഇഡ്ഡലി, അങ്ങനെയൊക്കെ കൊടുത്തു വിടുന്ന രണ്ടായിട്ട്. മീൻ ഇച്ചിരി വെള്ളത്തിൽ കഴുകി വാരി വെച്ചിരുന്നു. അത് അന്നേരം തണുക്കാനായിട്ടേ, തണുത്തിട്ട് ഇത് ഐസ് ഇട്ടേക്ക് ഒരു വെള്ളം കഴുകിയിട്ട് അതിനി അങ്ങ് വിടർന്ന് വരുമ്പോഴത്തേക്ക് ഇച്ചിരി എണ്ണയും ഈ മസാലയിലൂടെ അരച്ച് വെച്ചിരുന്നില്ലേ, അതിൽ നിന്നൊരു ശകലവും എടുത്ത് ഇച്ചിരി മുളക് പൊടി വേറെ എടുക്കും. അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് പുരട്ടി വെക്കും. വെളിച്ചെണ്ണ ഒഴിച്ചാലേ പൊരിക്കാൻ എളുപ്പമാണ്. അന്നേരം എളുപ്പം ആ പൊടിയാതെ എടുക്കാം. അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നിരത്തിയിട്ട് എടുക്കണം ഒരു വരുമ്പോൾ. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയോ കരിയപ്പലയോ പച്ചമുളകോ ഒക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് കിട്ടും. മുളക് പൊടി ചേർക്കണം. വാടി മനസ്സിലായോ? ഇനി ഇതാണ് ആദ്യം കടുവറുത്തങ്ങ് ഇടുന്നത്, വാട്ടുന്നത്. അതോടിട്ട് ഇനി ഇത് ഇടുമ്പോഴത്തേന് അരപ്പ് പൊത്തി വേണം ഇടാൻ. അപ്പം ആ അരപ്പിൻ്റെ വേവേ ഉള്ളൂ. പിന്നെ ഈ ഉള്ളിക്ക് ഒരുപാട് വെന്ത് പോകാതെ എടുക്കണം നമ്മൾ. ഈ കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? മമ്മിയാണോ അത് ക്ലീൻ ആക്കി വെക്കുക? അത് ഞാൻ മക്കളുള്ളപ്പോൾ അവർ വന്ന് ഇനിയിപ്പോൾ അവർക്ക് പരീക്ഷയും ഇതൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് പോകുന്നേ സമയമില്ല. അവരാ മുഖഭാഗം ജോലി ഇവിടെ ചെയ്യുന്നു. ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം, വെറ്റം തൂപ്പും എല്ലാം, തറ തുടപ്പും എല്ലാം എൻ്റെ മക്കളാണ് ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ജനലും അതും ഇതുമൊക്കെ സമയം കിട്ടുമ്പോഴെല്ലാം കഴുകും. ഇപ്പോൾ ഈ പൊടിയും പുകയും കൂടെ കയറി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് ഇനി ഇവിടെ എല്ലാം ഒന്നുകൂടെ തുടച്ച് വൃത്തി. അവർ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കഴുകും. അന്നേരം ഇനിയിപ്പോൾ അതൊക്കെ കഴുകി റെഡിയാക്കി. പുറകിൽ ഇടിയിലൊക്കെ കാട് പിടിച്ച് ഇനി ആ കാടെല്ലാം എടുക്കണം. അവരാ വൃത്തിയാക്കുന്ന മൊത്തം. പരീക്ഷ എന്ന് കഴിഞ്ഞാല് പരീക്ഷ ഇന്ന് പരീക്ഷയാണ്. ഇന്ന് അന്നേരം അവർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് പരീക്ഷ തന്നേക്കുന്നത്. അന്നേരം അവിടെ നിന്ന് പരീക്ഷയ്ക്ക് പോയി. ഇനിയിപ്പം ഈ മാസം അവിടുത്തെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് രാവിലെയൊക്കെ പോകണം. ഒരുപാട് റെക്കോർഡൊക്കെ എഴുതാനുണ്ട്, ശരിയാക്കണം, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് വരാൻ സമയമില്ല. അവരാ മൊത്തവും പണികളൊക്കെ ചെയ്യുന്നേ. പഠിത്തം നോക്കും, എല്ലാ കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നേ. പിന്നെ അവർക്ക് ട്യൂഷനും കൂടെ പിള്ളേരെ അത് കഴിഞ്ഞ് 5:30 പിള്ളേർക്ക് ട്യൂഷൻ എടുക്കും. ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ. അവർ നല്ല മിടുക്കിയുള്ള പഠിക്കാൻ പണ്ടേ. അതുകൊണ്ട് അവർക്ക് എല്ലാ വിഷയത്തിനും എല്ലാവരെയും പഠിപ്പിക്കാനറിയാം. അതൊരു നേരം പോക്കും കൂടെ ആയി ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനും അവർ സമയം കണ്ടെത്തും, ജോലി ചെയ്യാൻ സമയം കണ്ടെത്തും, പഠിക്കാനുള്ള സമയങ്ങളല്ല. റാങ്കൊക്കെ മേടിക്കുന്ന റാങ്കുകാരികളും ഡാൻസുകാരികളൊക്കെയാണ്. എല്ലാത്തിനും നല്ല ചുണയുണ്ട്. വീട് നോക്കാനും എല്ലാം നല്ല കഴിവാണ്. എനിക്ക് പുറത്തൊന്നും ഒന്നിനും പോകണ്ട. ചെറിയ പണികളും ഒക്കെയാ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിൽ കൂടെ കൊണ്ടുപോകും 3-4 മീൻകാർ. നമ്മുടെ സ്ഥിരമുള്ള ആൾക്കാരെ വാങ്ങിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ കൊണ്ടുവരുക. തേങ്ങ അതിന് തോരന് വേണ്ടിയിട്ടാണ് തേങ്ങ. ഗുണമായിട്ട് വല്ലതും ഗുണമുള്ളത് മാത്രം എടുത്ത് തോരൻ വെച്ച് കൊടുത്താലേ പിള്ളേർ കഴിക്കും, ചോറൊക്കെ കഴിക്കും. അത് മീനും കൂടെ വേണം. ബീഫൊന്നും കൂട്ടത്തില്ല, ചിക്കനെ കഴിക്കുമോ? ബീഫ് അലർജി, അതുകൊണ്ട് അതൊന്നും വാങ്ങത്തില്ല ഞങ്ങളിവിടെ.
ഇപ്പത്തി മാത്രം ശ്രദ്ധയുള്ളതുകൊണ്ട് ആകെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇനി 1.5 വർഷം കൂടെ ഉണ്ട്. അപ്പം 4 വർഷമൊക്കെ ആണ് പഠിക്കാൻ. ഇത് ഇഷ്ടം നെത്തോലി, അതുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. നെത്തോലിയൊക്കെ ചെറിയ മീനാണ് അവൾക്കിഷ്ടം, വലിയ മീനല്ല. വലിയ മീനൊന്നും കഴിക്കത്തില്ല. അവർക്കൊന്നും ഈ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നതാണ് മൂത്ത മോള്. അതുകൂടെ എനിക്ക് വേറെ ആരും. എൻ്റെ മൂത്ത മോളാ ഇത് വീഡിയോ ഒക്കെ എടുക്കുന്ന ആള്. എഴുന്നേക്കും, അല്ലാത്തപ്പോ ഉറങ്ങും. അമരക്കല്ലേ മഞ്ഞപ്പൊടി തേങ്ങയിലിടണം, എല്ലാം കൂടെ ഒന്ന് ഉടയ്ക്കണം, എന്നാലേ ഒരു രുചി ഉണ്ടാകത്തുള്ളൂ. പച്ചമുളക് എടുക്കട്ടെ, പച്ചമുളക് അരയ്ക്കണം. പച്ചമുളക് അല്ലേ അരയ്ക്കുന്നത്? പച്ചമുളക് അരച്ച അല്ലെങ്കിൽ ചുമന്ന കളറായി പോവും വറ്റൽമുളക് അരച്ച. തോരനും അവിയലിനൊക്കെ കൂടുതൽ പച്ചമുളക് അരയ്ക്കും. ഞാൻ പിന്നെ അവിയലിനും ഒരു നുള്ളു മഞ്ഞപ്പൊടിയുടെ കൂടെ അവിയലിന് ഒരു ശകലം, എന്നിട്ട് പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കും. പക്ഷേ അവിയലിന് ഒരിച്ചിരി മല്ലിപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കരുത്. ഇതൊന്ന് ചതച്ചിട്ട് ഇത് അവസാനം ഒന്ന് കറക്കിങ്ങെടുക്കാം. ഒട്ടും കറി കഴിക്കുമ്പോൾ തോടിരുന്ന ഒട്ടും. അതുകൊണ്ട് വെളുത്തുള്ളിയുടെ തോടൊക്കെ എടുത്ത് കളഞ്ഞിട്ടേ നമ്മൾ ചതച്ചിട്ട് കൊടുക്കാവൂ. കൊച്ചുങ്ങളല്ലേ, അവരില്ല സമയമില്ലെന്നും പറഞ്ഞ് കറി വാരി തിന്നും. അന്നേരം നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ വലിയവരായാലും അതെല്ലാം തൊണ്ടയ്ക്കൊട്ടി പിന്നെ തോടെടുക്കാൻ ഒക്കത്തില്ല, തൊട്ടി പിടിച്ച് കഴിഞ്ഞാൽ അപ്പം തോട് എല്ലാവരും വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ അരിഞ്ഞിട്ടൊക്കെ ചതയ്ക്കാവൂ. പിന്നെ ഈ കടുവറുക്കുന്നതിനകത്തോ അല്ല രസത്തിനകത്തൊക്കെ ചതച്ചിടുമ്പോഴും തോടങ്ങ് മാറ്റിയേക്കണം, പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ ഈ പേസ്റ്റിനൊക്കെ അരയ്ക്കുമ്പം വെളുത്തുള്ളിയുടെ മൂടും ഇതുകൂടെ കണ്ടിച്ച്, മണ്ട രണ്ടും കണ്ടിച്ച് കളഞ്ഞിട്ട്, മൂടും വാലും ഒക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് കഴുകി അതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. വെളുത്തുള്ളിയില്ലേ ചതയ്ക്കാനുള്ളതാ ഇത്. മിക്സിക്കകത്ത് നമ്മളിച്ചിരി കുരുമുളക് ചേർക്കുവാണെങ്കിൽ അമരക്കൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഇച്ചിരി കുരുമുളക് അതിന് ചേർത്ത് കൊടുക്കണം. അതായത് എൻ്റെ കൂട്ടുകളാ ഞാനുണ്ടാക്കുന്ന ഇത് ഇങ്ങനെ, അതൊരു ഭയങ്കര ടേസ്റ്റിലെത്തും അന്നേരം കാര്യങ്ങൾ. മല്ലിപ്പൊടി എന്ന് പറഞ്ഞൊരു ഗുണം ആവശ്യമുള്ള സാധനമാണല്ലോ. നമുക്ക് പനിക്കൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോഴും കഷായം അങ്ങനത്തെ ഔഷധം ഉണ്ടല്ലേ മല്ലിപ്പൊടി. മല്ലിപ്പൊടി, മല്ലി ചതച്ച്, മല്ലി ചെറിയ ഉള്ളി ഇതെല്ലാം അവിടെ ചതച്ച് ഇടണം. പിന്നെ നമ്മൾ ഉള്ളി ഉള്ളതുകൊണ്ട് ഉള്ളി അരിഞ്ഞിട്ടേക്കോ ചെറിയ ഉള്ളി, അപ്പൊ അത് ചതക്കണ്ട. ഇതാണ് അതിന്റെ കോമ്പിനേഷൻ. ഇത്രയും കരിയപ്പലയും കൂടെ വരട്ടി ഇതിൻ്റെ കൂടെ ഒന്ന് ഇത് ഇത്രയും കൂടെ ജാറിലാക്കി കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതാക്കില്ല. കുരുമുളക് 2-3 എണ്ണം അല്ലേ? 3-4 അല്ല, ഒരു 10-12 ഇതിൻ്റെ ഈ സാധനങ്ങളുടെ അളവനുസരിച്ച് ഒന്ന് കറക്കിയെടുക്കാം. അവർക്കായിട്ട് കുറച്ച് മതി, അവർക്ക് 2 മതി. ഇത് 2 ഒന്ന്, ഇത് ഈ മുളക് അവസാനം മതി. ഇത് ഒറ്റ കറക്കിയാൽ മതി. എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കണം, ഒതുക്കിയെടുക്കാനായിട്ട് ജാറിയിട്ടേക്കും. ഒരാഴ്ചത്തേക്കുള്ള കറിവേപ്പില ഞാൻ ഇനി പിച്ചി കൊണ്ട് വെക്കും. വെക്കും. എപ്പോഴും പോകാനുള്ള സമയം കാണത്തില്ല. കറിവേപ്പില വളരുന്നതിന് ഒരു കൊമ്പടിച്ചു കൊടുക്കണം അല്ലേ? കൊമ്പടിച്ച് അവിടെ പൊട്ടിക്കിളിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നങ്ങ് നശിക്കും. പിന്നെ ഇത് നമുക്ക് എല്ലാ കൊമ്പ് പിടിക്കണമെന്നല്ല, നമുക്ക് ഈ മുക്കിയത് ഈർത്തെടുക്കാം. നമുക്ക് അത്യാവശ്യം കറച്ചു വെക്കാത്തവരാണെങ്കിൽ പോയി 2 അല്ലി ഈർത്തെടുക്കാം. ഇത് ഞാനിപ്പം ഇത് കിളിക്കും കൊമ്പുകളൊന്ന്.
പിന്നെ അത് നമ്മൾ അന്നേരം കഴുകി ഫ്രഷായിട്ട് കൊണ്ടുവരുന്നുണ്ട് അവിയും ഇരുന്ന് കറണ്ട് ഒന്നും ഇല്ലെങ്കിലേ അതുകൊണ്ട് ഞാൻ എടുക്കുമ്പോൾ മാത്രമേ കഴുകത്തുള്ളൂ. അപ്പം എടുത്തിട്ട് നമ്മൾ നല്ല പ്ലാസ്റ്റിക് കവറി വെള്ളമില്ലാത്തതിനകത്ത് വെക്കണം ഫ്രിഡ്ജിൽ. അപ്പം അത് ഒരുപാട് നാളിരിക്കും. അതിൻ്റെ മൂടോട് കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം ഇത് ചീത്തയായി. അപ്പോൾ കഴുകി വെക്കരുത്, എടുക്കുമ്പോഴേ കഴുകാവും. ഇപ്പം ഒന്ന് ഒതുക്കി എടുക്കാം. കഴുകാൻ ഇത്ര മതിയല്ലേ? ഇതെന്നാ ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇതിൽ ഒട്ടിപ്പിടിക്കത്തില്ലേ? ഇല്ല, നോൺ സ്റ്റിക്ക് കൊടുത്തണം മോള്. അല്ല പക്ഷെ ഒട്ടത്തില്ല അല്ലേ? ചീനിച്ചട്ടിയാണ്. ഇതിനകത്തൊക്കെ ഇരുമ്പിന്റെ അംശമൊക്കെ ഓരോ പാത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് അങ്ങനെ. ഓട്ടുപാത്രം, ചെമ്പ് പാത്രം, അതൊക്കെ പിത്തള, അതോ വീട്ടിലൊക്കെ അല്ലേ ആൾക്കാർ പണ്ട് ചായ കുടിക്കുന്നതൊക്കെ പിത്തള ഗ്ലാസ്, അതൊക്കെ എന്ന് വെച്ചാൽ ഔഷധമാണ്. അമരക്കയുടെ കട വറക്കാൻ പോലെ മതി, ഒരു ഓരയൊന്നും വേണ്ട. നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കത്തുള്ളൂ. വേറെ ഉള്ള ഓയിൽ എനിക്കിഷ്ടമല്ല. അതൊക്കെ വയറിന് തന്നെ ഉപയോഗിക്കുന്നത്. അത് കൊച്ചുങ്ങൾക്കായോണ്ടാണ് ഞാനിതെല്ലാം ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആകുമ്പോൾ വയറുവേദനയൊന്നും വരത്തില്ല. പണ്ടേ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴല്ലേ കുറേ ഫാഷൻ ഓയിലൊക്കെ പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ചേർത്ത് വരുന്നേ. അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾക്ക് അസുഖം എടുത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന ചൂടായിട്ട് ആഹാരം തണുത്താറി കിടക്കുന്ന എടുത്ത് കഴിക്കരുത്. എപ്പോഴും നമുക്ക് കുറച്ച് തണുത്തിരിക്കുന്നതാണെങ്കിൽ ചൂടാക്കണം. എന്നുവെച്ചാൽ ചൂടാക്കാതെ ചോറൊക്കെ എടുത്ത് തണുത്ത് കിടക്കുന്ന ചോറൊക്കെ എടുത്ത് തിന്നാൽ അതിനകത്തെ അതിനെ ചീത്തയാക്കുന്ന ഒരു അണുണ്ട്. അത് നമുക്ക് ഭയങ്കര പഴങ്ങഞ്ഞിയൊക്കെ കുടിച്ചാൽ പ്രശ്നമാണ്. അപ്പം പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കടകളിൽ പച്ച വെള്ളം ഒഴിച്ചിടുന്ന രാവിലെ ചോറ് വെച്ചിട്ട് അത് തണുത്ത വെള്ളം കൊണ്ട് ഒഴിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ തലേനെ വെച്ച് അവരെവിടെ ഇത്രയും പഴങ്ങിയൊക്കെ അത് വളിച്ച് കാണും. എന്നിട്ട് എന്ത് കട വറുത്തിട്ട് അതിലോട്ട് ഈ അമരക്കയും ഉള്ളിനുള്ള ഇതിട്ടില്ലേ? പിന്നെ ഒതുക്കി വെച്ചാൽ ഇടുമായിരിക്കും അല്ലേ? അമരക്കയും കൂടി ഇട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാടാം. അത് വെന്തിരിക്കുന്നതാണ്, വെന്തളിയരുത്. നമ്മളെപ്പോഴും തോരൻ, അവിയൽ ഇതൊക്കെ വെക്കണം. വിറ്റാമിനൊക്കെ കൂടുതലായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിക്കും. ഈ കൊച്ചുങ്ങൾക്ക് കൊഴുപ്പ് കൊടുക്കണം. അവർക്ക് വലിയവർക്കൊക്കെ ഇപ്പോൾ കൊഴുപ്പൊക്കെ ദോഷം ചെയ്യും. ഒഴിവാക്കണം. ഈ വലിയ പ്രായമൊക്കെ ഉള്ളവരും എല്ലാവരും കൊഴുപ്പ് വാട്ടി വെച്ച് വെന്തു പോയില്ല, വാട്ടുന്നു ഒക്കത്തില്ല. ഇച്ച് വേവുള്ള കൂട്ടത്തില്ല. ഇത് വേവുമ്പോൾ ഇത് പ്രത്യേകം വേവിച്ചിട്ട് ആ ഉള്ളിയുള്ള സംഭവം ഉള്ളി പ്രത്യേകം ഇടണം. ഉള്ളി വാട്ടണം. ഞാനങ്ങനെ ചെയ്യുന്നേ. അതിൽ അമേരിക്ക കുറച്ച് മിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് പക്ഷേ വെന്തോളൂ. ഞങ്ങൾ പുട്ടും ഇട്ടിട്ട് മനസ്സിലായോ? രണ്ട് കരിയപ്പില അതിനകത്ത് ഇടണം. അരപ്പിനകത്തുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇടണമെന്നില്ല. വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും കൊണ്ട് പച്ചക്കരിയപ്പില വേണ്ട കിടക്കണം. കരിയപ്പല ഭയങ്കര ഗുണമുള്ള സാധനമാണ്. ഈ മുടി വളരുന്നതിനൊക്കെ എണ്ണ കലർത്തി തലയുടെ ഞാൻ എണ്ണ കലർത്തുന്നത് അങ്ങനെ. കരിയപ്പല, മൈലാഞ്ചി ഇല, ചെമ്പരത്തിയുടെ ഒരു എണ്ണ കാച്ചുമ്പോൾ നമുക്കൊരു വീഡിയോയൊക്കെ ചെയ്യാം. അരപ്പില്ല. ഇപ്പം മനസ്സിലായോ?
അപ്പൊ അതിലോട്ട് മൊത്തത്തിൽ ഒരു പച്ചമയമായിരിക്കും. എരിവ് കൊണ്ടെന്ന കാന്താരി പച്ചമുളകിൻ്റെയും എരിയും കൂടെ വരുമ്പോഴത്തേനും അവർക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. നല്ലൊരു മണവും പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടുന്നവർക്കാണെങ്കിൽ ചമ്മന്തിയോട് ഉണ്ടെങ്കിൽ നല്ലൊരു മണവും കരിയപ്പലും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വെച്ച് ചമ്മന്തി എടുക്കണം. മമ്മി ഉണ്ടാക്കുന്ന ഒരു പപ്പട ചമ്മന്തി ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. പപ്പട ചമ്മന്തി നീ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേനും ഉണ്ടാക്കുമ്പോഴത്തേനേ അത് ശരിയാകത്തുള്ളൂ. സമയം ഒരുപാടാകും. ഇപ്പൊ നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു ഫോട്ടോ ഒക്കെ അങ്ങോട്ട് എടുത്താൽ നല്ലതാണ്. പിന്നെ കാരണം ജീരകം ചേർത്തില്ലേ? എൻ്റെ പിള്ളേർക്ക് ജീരകം ഇഷ്ടമല്ല. അതുമാതിരി ജീരകത്തിന്റെ പിന്നെന്തോ പിള്ളേർക്ക് ഇഷ്ടം, അവർക്ക് വെളുത്തുള്ളിയാ കൂടുതൽ ഇഷ്ടം ചേർക്കുന്നതേ. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കത്തോളൂ. അവിയലിനും എല്ലാം ജീരകം ചേർക്കുന്നത് വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ എല്ലാവരും കൂടെ ഒക്കെ വരുമല്ലോ. വരുമ്പോഴത്തേന് അവർക്കൊക്കെ ഇരിച്ച സാധനങ്ങളാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഫ്ലേവർ അവർക്ക് കറി കഴിക്കുമ്പോൾ ഉണ്ടാകണം. അതുകൊണ്ട് ജീരകം നല്ല അംശം മൂത്ര തടസ്സവും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പോവും നല്ല ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്നത്. നമ്മൾ ഈ എന്തെന്നറിയുമോ, വിറ്റാമിൻ ഉള്ളത് മാത്രം അതിൻ്റെ ബാക്കി വെള്ളമായി. എനിക്ക് വെള്ളം കുടഞ്ഞൊന്ന് അടച്ചു വെക്കട്ടെ. വെള്ളം കുടയട്ടെ, ഒന്ന് ആവിയേ നിൽക്കട്ടെ. അരപ്പേ നമ്മളൊരു ആവി നിർത്തിയാൽ അരപ്പിനൊരു ആവിൽ വന്ന അപ്പോഴാ മണവും എല്ലാം കൂടെ വരുത്തുള്ളൂ. മറ്റേത് കഴിക്കണമെന്നൊക്കെ ചെറിയ തീയ ഫ്ലെയിം കുറച്ച് എന്നിട്ട് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ 2-3 കരി റെഡിയാക്കി എടുക്കാം. വാങ്ങിയെടുക്കുമ്പോൾ അല്ലേ, ഇതെടുക്കുന്ന സമയത്ത് കറിവേപ്പില പച്ചയ്ക്ക്. മറ്റേ നമ്മൾ ഈ ചതച്ചെന്നല്ലേ ഉള്ളു, അത് അതിനകത്തങ്ങ് പിടിക്കും. പിന്നെ ഒരു പുറത്തേക്കൊരു മണവും ഒക്കെ ഇങ്ങോട്ട് വരാനായിട്ടാണ് ഇത് ഇടുന്നത്. നല്ല കരിയേപ്പില. നമുക്ക് ഇതിനകത്ത് മായങ്ങളൊന്നും കടയിൽന്ന് കിട്ടുന്ന വളം ചേർത്ത് പാണ്ടിക്കരിയേപ്പില വരും. വലിയ ഇലയൊക്കെ ആട്ടെ. അഗ്രികൾച്ചറിന്റെ ഇതിന് പ്രത്യേക മണമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നല്ല മണമാണ്. മണമില്ലാത്ത അതാണ്ടായിട്ടുണ്ടല്ലേ. ഇനി അത് അപ്പൊ ഇതും കൂടി ഇട്ട് അപ്പൊ അമരക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അമരക്ക ഉള്ളി വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് തേങ്ങയുടെ കൊട്ടിടാം. മറ്റേ കൊത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരിഞ്ഞിടും. പീസ് കുഞ്ഞു അരിഞ്ഞില്ല. ഇതിപ്പോ ഞാൻ മക്കൾക്ക് കൊടുത്തു വിടാനുമേ എളുപ്പം അവർക്കങ്ങ് തേങ്ങയൊക്കെ കായ്ച്ചോണ്ടിരിക്കാക്കത്തുള്ളൂ. ചിലപ്പോൾ നിന്നായിരുന്നു വെള്ളമൊക്കെ വാരി തിന്നുന്നത്, സമയമില്ലല്ലേ. അതുകൊണ്ട് തിരക്കുക. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എളുപ്പം അങ്ങ് കഴിക്കാം. നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതാകുമ്പോൾ നിന്നോണ്ട് അവർക്ക് കൂടുതൽ വിറ്റാമിൻ ചേർന്ന സാധനങ്ങൾ തോരനും അവിയലും ഒക്കെ ആക്കി കൊടുത്തു വിടാൻ ശ്രമിക്കണം. അതെ, മത്സ്യവും കൊടുക്കണം. കാൽഷ്യവും പ്രോട്ടീൻ കിട്ടുമല്ലോ. അന്നേരം പ്രോട്ടീനൊക്കെ കൂടുതൽ അവർക്ക് പ്രോട്ടീൻ കിട്ടിയാലേ പേഷ്യൻസിനെയൊക്കെ പരിചരിക്കാൻ പറ്റുമെന്നാണ് അല്ലേ? അല്ല, അവർക്ക് ആഹാരമേ അവര് മിക്കവാറും കഴിക്കാത്തവരാ. സമയമില്ലാത്തതായതുകൊണ്ട് വിറ്റാമിൻ കുറയും ശരീരത്തിൽ. വിറ്റാമിൻ അല്ല വിറ്റാമിൻ. നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ അമ്മമാരും ഒക്കെ കേൾക്കണം കേട്ടോ. അവര് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിന്റെ അനുസരിച്ച് വൈറ്റമിൻസ് ഇങ്ങനെ അവരറിയാതെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് മമ്മി പറയുന്നത്. പ്രോട്ടീനും വിറ്റാമിനും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ഇത് ഇനി ആഹാരം കഴിക്കുമ്പോൾ ഒരു കക്ക തോരൻ, കക്കയ്ക്ക് തോരൻ ആ ഒരു ഫ്ലേവറില്ല. ഞാൻ അമരക്ക ഇങ്ങനെ വെക്കുന്നത്. എല്ലാവരും വെക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന ഈ രീതിയാണ്. അപ്പൊ ഞാൻ വെക്കുന്നത് എൻ്റെ എല്ലാവർക്കും ഇഷ്ടം. മമ്മിയുടെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പം
എൻ്റെ അമ്മ ഇങ്ങനൊക്കെ, എൻ്റെ അമ്മ തിരുവനന്തപുരംകാരിയാണ്. ഓ, അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കും. തിരുവനന്തപുരംകാർക്കെല്ലാവരും അടുത്ത നമ്മൾ മീനിന്റെ പരിപാടിയാണ്. മീനിലേക്ക് കിടക്കുമല്ലോ. ഇനി എല്ലാം അടച്ചു വെച്ചിട്ട് ഇത് അടച്ച് മാറ്റി അങ്ങോട്ട് വെക്കണം. അപ്പൊ ഈ രാത്രി ശരിയാക്കി വെച്ചാൽ രാവിലെ പണി കുറയും അല്ലേ? കുറയും. കാരണം എല്ലാവരും മക്കളെയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ വിടുന്ന പേരൻസിനൊക്കെ അമ്മമാർക്കൊക്കെ ഒരു ഹെൽപ്പായിരിക്കും അതല്ലേ. രാത്രി കഴിയുന്നത് എല്ലാം വേവിച്ചൊക്കെ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ രാവിലെ എടുത്ത് വേവിച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഇപ്പം തോരൻ ഉണ്ടാക്കുവാണെങ്കിൽ തോരൻ്റെ സാധനങ്ങളൊക്കെ വേവുള്ളതാണെങ്കിൽ വേവിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് പെട്ടെന്ന് വാട്ടി വെച്ചിട്ട് തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെടി വെച്ചാൽ തണുപ്പ് മാറണം. എന്നാലേ കറി വെക്കുമ്പോൾ ശരിയാവും. അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന ഐസ് അതിനകത്ത് വെള്ളമായി അരിയും. നമ്മുടെ കയ്യിൽ ഓരോ വെറൈറ്റി അങ്ങനത്തെ ഓരോ പാത്രങ്ങളിലാണല്ലോ ഓരോന്നും ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ പാത്രമുണ്ട്. വേറൊരു പാത്രം ഞാൻ അതിനു വേണ്ടി കുറെ പാത്രങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അത് എല്ലാം എടുക്കുന്ന കണ്ടിട്ടും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മാറ്റി മാറ്റി എടുക്കുന്നോ കാണാൻ. അതങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാല് എല്ലാം കൂടെ എടുത്തിടുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചീത്തയാകും. വേണ്ടാന്ന് തോന്നുന്നതും പഴകിയതും ഒക്കെ അപ്പോഴേ കളയും. എന്നിട്ട് വേറെ എടുക്കും. ഒരുപാട് കാലം ഓരോ പാത്രം ഉപയോഗിച്ചുകൂടാ. അതിന്റെ ഇങ്ങനെ അടിയിലൊക്കെ പിടിക്കുന്ന അത് ആക്രിയുടെ ഇത് അവർക്ക് കൊടുക്കും. അത് തൂക്കി കൊടുക്കും. ഇല്ല, അത് പൂച്ചയ്ക്കൊക്കെ കൊടുത്തിട്ട് വെളിയിലോട്ട് കഴിക്കും. അത് ആക്രിക്കാർ വരുമല്ലോ, അങ്ങനെ ഒന്നും കൊടുക്കും. ഈ ഇരുമ്പിൽ തന്നെ വറക്കണോന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ വേറെ നോക്കാം. അന്നേരം എളുപ്പമല്ലേ കുറച്ചും കൂടെ. ഇനിയിപ്പോ ഇത് ചിലപ്പോ ഈ മഴ ആയതുകൊണ്ട് തണുപ്പത്തിരുന്ന് ഉറങ്ങാനായിരിക്കും. സൈസ് അനുസരിച്ചുള്ള ചീനിച്ചട്ടികളുണ്ടല്ലോ ഇപ്പൊ. നമ്മള് ഈ മീനൊക്കെ വറക്കുമ്പോഴും വേറെ വേറെ എടുക്കുന്ന പാത്രവും ഒക്കെ നമുക്ക് കണ്ട എല്ലാ അമ്മമാർക്കും അങ്ങനെയാണല്ലോ. പാചകം ചെയ്യുന്ന അമ്മമാരൊക്കെ പാത്രത്തിനോട്ടൊരു നോട്ടമുണ്ട്. എനിക്ക് അങ്ങനെ ഈ വേറെ സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും ഞാൻ നോക്കുന്നത് പാത്രങ്ങളൊക്കെ നമുക്കൊരു കൗതുകം തോന്നും. പ്രത്യേകിച്ച് പ്ലേറ്റ്സിന്റെ ഇങ്ങനത്തെ പാത്രങ്ങളുടെ ഒക്കെ ഒരു കളക്ഷൻ നമുക്ക് ഒരു ദിവസം ചെയ്യണം. അന്നേരം എല്ലാവർക്കും കാണാൻ. പിന്നെ നമ്മൾ എടുക്കുമ്പോഴേ ഒന്നുകൂടെ കഴുകണം. ഐസ് വെള്ളം ഐസിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമ്പോൾ വെള്ളത്തിലിട്ടിട്ടേ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. അത് ഭയങ്കര തണുത്തിരിക്കുമല്ലേ. പിന്നെ വേറെ വെള്ളം എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷനേ അതിൻ്റെ യഥാർത്ഥ നോർമലിൽ വരുന്നത് 30 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടേക്കണം. അപ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ളത് വരും. ഇപ്പോൾ അത് ശരിയായല്ലോ, മീനെ വൃത്തിയായില്ല. ഉപ്പും പുരട്ടി കഴുകണം. ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് കഴുകണം. അപ്പം ക്ലീനായിട്ടിരിക്കുക, നല്ല ക്ലീനായത്. മനസ്സിലായോ? നമുക്ക് കയ്യിലെടുത്ത് വെച്ച് കളിക്കാൻ പറ്റും. അധികം കളിക്കാതെ നമുക്ക് പൊരിക്കാല്ലേ. അല്ല, നമുക്ക് എടുക്കാൻ അതിന് സൗന്ദര്യം. ഈ ചൂര എങ്ങനെ എണ്ണീറ്റ് നിന്ന് ചെകള പുറം കാണിച്ചു തരുമോ? അതോ നമ്മള് നമ്മളായിട്ട് പോയി നോക്കണം. അല്ലെങ്കിൽ ആ മീൻകാരെ കൊണ്ട് ചെകള ഒന്ന് വിടർത്തി നോക്കിക്കണം. അപ്പൊ അങ്ങനെ ചെകള വിടർത്തി തരാത്ത മീൻകാരാണെങ്കിൽ അത് ചെല്ലുന്നവരെ കാണുമ്പോൾ അവർക്ക് അറിയാം ഈ മീൻ മേടിച്ച് ശീലമുണ്ട്, ഇതിങ്ങനെ നോക്കണമെന്നുണ്ട്. മഞ്ഞപ്പൊടി ഇച്ചിരി തോനെ മീനിനൊക്കെ ചേർത്ത് 50 ഗ്രാമിൽ കൂടുതൽ മഞ്ഞപ്പൊടി നമ്മുടെ ഉള്ളിൽ ചെല്ലണം ദിവസം. എല്ലാ കറികളുടെയും മുഖസൗന്ദര്യവും കുടലിലൊക്കെ ഉള്ള അസുഖങ്ങൾ, വിഷാംശം. ഈ സൗന്ദര്യം ഒക്കെ നോക്കുന്നവര് ഇത് ശ്രദ്ധിച്ചോ, 50 ഗ്രാം ഉള്ളിൽ ചെല്ലുന്നോ നോക്കണം. മഞ്ഞള് കലക്കി കുടിക്കരുത്. അത് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ള ഔഷധം, മഞ്ഞ ഇഞ്ചി എല്ലാം കൂടെ തല്ലിയിട്ട വെള്ളമല്ലേ കൊറോണയൊക്കെ വന്നപ്പം ആൾക്കാർ കഴിച്ചത്. അത് ഔഷധമായോണ്ട് അങ്ങനെ വിഷാംശങ്ങളും അണുക്കളെ നശിപ്പിക്കും. നാരങ്ങയൊക്കെ മുളക് പൊടിയ നെത്തോലി ഫ്രൈ എന്നാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു തുള്ളി കറിവേപ്പിലാണ്, ഒരു തുള്ളി എണ്ണ നമ്മൾ ഇതിൽ ഒഴിക്കും. നെത്തോലി ആയിട്ടങ്ങ് പെരട്ടി വെക്കാനുള്ള ചെറിയ മീനല്ല ഗൈസ്. അതെ,
പുരട്ടി വെക്കണ്ട, ഒരുപാട് നേരമൊന്നും പുരട്ടി വെക്കണ്ട. വലിയ മീനിൻ്റെ കണക്ക്, വലിയ മാംസം ഇല്ലാത്ത മീനില്ലേ ഇത്. നല്ല അതെല്ലാം നല്ല നെത്തോലിയാണ്. കായലിലെ നെത്തോലി എന്ന് പറഞ്ഞാൽ വെള്ള കളറ്. ഈ കടലിൽ തന്നെ വെള്ളയും ഇതുമുണ്ട്. അതിൽ പല ടൈപ്പ് നെത്തോലി വരുന്നുണ്ടല്ലോ ഇപ്പൊ. പിന്നെ കായലിലെ നെത്തോലി എന്ന് പറഞ്ഞാൽ കണ്ണിലിട്ട് അടയ്ക്കുന്നത് കൊണ്ട് അല്ലാതെ വെള്ള നെത്തോലി ഇരിക്കും. അത് നമ്മൾ കുരുമുളക് അരച്ച് തേങ്ങ അരച്ച് പറ്റിക്കണം. അതൊരു ദിവസം നമുക്ക് വെച്ച് കാണാം. എണ്ണ നല്ല ചൂടായ ശേഷം മാറി നിന്ന് വേണം ഗൈസ് വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ മുഖം പേസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ക്യാമറ കൊണ്ട് സൂം ചെയ്ത് കൊടുത്താൽ നെത്തോലി കിടന്ന് പൊടിയുന്നതാണ്. ഒരുപാട് അങ്ങ് കൂട്ടി വാരി ഇട്ട് കൊടുത്താൽ നെത്തോലി പൊടിഞ്ഞങ്ങ് പോകും. അതറിയാമോ? അകർത്തി ഇപ്പൊ എല്ലാരും പാനിലൊക്കെ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചിലർക്ക് ആ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല, ആ മാംസത്തിന്റെ. ഇങ്ങനെ എണ്ണയും മുങ്ങിക്കിടങ്ങാൻ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴത്തേന് അതിന്റെ രണ്ട് സൈഡും വേവിയും ചെയ്യും, മാംസം മറ്റേതൊരു ചെവ പോലും. അല്ല ഇത് പക്ഷെ അൺഹെൽത്തി നല്ല. വെളിച്ചെണ്ണ നമ്മൾ കുടിക്കുന്നില്ലല്ലേ, ഇത് മൂത്ത് കഴിയുമ്പോഴത്തേന് തോത്തി വെക്കും. അപ്പൊ അതിൽ നിന്ന് വെളിച്ചെണ്ണ അങ്ങ് പൊക്കോളും. ഇത് മൂത്തിരിക്കും, തോത്തി അങ്ങ് എടുത്താൽ മതി. വലിയ മീനുകള് കൂടുതലും പൊരിച്ച് കഴിച്ചുകൂടാ. എന്താന്നറിയാവോ, അത് കറിയൊക്കെ വെച്ച് കഴിക്കുന്ന രോഗമുള്ളവർ കഴിക്കരുത്. ഷുഗറൊക്കെ ഉള്ളവർ വലിയ മീനുകളെല്ലാം ഒഴിവാക്കണം. വലിയ മീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന മാംസം, യൂറിക് ആസിഡ് ചുമന്ന മാംസമുള്ളതൊക്കെ ചുമന്നയല്ല, വാള മഞ്ഞ കളറിന്റെ. ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. അതൊക്കെ നമ്മള് ചിന്തിക്കാതെ അങ്ങ് പ്രവർത്തിച്ചോണം ഇങ്ങനെയൊക്കെ, അന്നേരം അങ്ങ് തന്നെ വരും. നമുക്കുള്ള അസുഖം കുറഞ്ഞിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തയും നമുക്ക് മാരക അസുഖങ്ങൾ ഇപ്പൊ നാട്ടിൽ കാണുന്ന ഓരോ അസുഖങ്ങൾ അതൊക്കെ നമ്മള് കൂടുതലും അങ്ങ് ഒരു 500 ഷുഗർ, ഇച്ചിരി 300 കൊളസ്ട്രോൾ ഒന്നും അങ്ങനെയൊന്നും വലിയ പ്രശ്നമില്ലെന്നാണ് മമ്മി പറഞ്ഞോണ്ടിരിക്കുന്നത് ഗൈസ്. മരുന്നും കഴിച്ച് ആവശ്യത്തിന് ഫുഡും കഴിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളിലോ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകാതെ അത് തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കരുത്, ഭ്രാന്ത് പിടിക്കും. അതെ, മാറ്റി ചിന്തിക്കൂ അല്ലേ. എനിക്ക് അസുഖം ഷുഗറല്ലേ, ഒരു 500-600 ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. എനിക്ക് 500 അതുകൊണ്ട് ഇപ്പൊ ഞാൻ വളരെ കൂടുതൽ ശ്രദ്ധയോടുകൂടി. ഇപ്പൊ പിന്നെ മമ്മി ഡയറ്റില്ലാന്നേ ഉള്ളു. ഞങ്ങളെയൊക്കെ എണ്ണയിൽ ഇങ്ങനെയൊക്കെ ആക്കി തരും. മമ്മി എന്നിട്ട് ഡയറ്റ് എടുക്കും. ഞാൻ പൊരിച്ചതും കരിച്ചതൊന്നും കുറെ കാലം ഡോക്ടർമാരൊക്കെ അല്ല, പൊരിച്ചല്ലേലും ഞങ്ങൾക്ക് മമ്മി തരാറില്ല, കരിച്ച്. ചിലപ്പോ അത് ശരിയായിരിക്കും. അത് ശരി, പൊരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, കരിച്ചത്. അല്ല ഇട്ടപ്പം ഇപ്പൊ ചെറിയൊരു ഷേപ്പ് ഒന്നും മാറി. അത് മൂത്ത് വരുന്നുണ്ടോ? പിന്നെ ചിലത് ഇവരൊക്കെ ചില ഐസോ എന്തൊക്കെ ഇടുന്നില്ലേ ഇതിനകത്തൊക്കെ, ദൂരെ നിന്നൊക്കെ വരുന്നില്ലേ. ഇപ്പൊ ഇവിടെ അടുത്തൊന്നും കടലിന്നൊക്കെ വരുന്നില്ലേ, അതാണ് ഒരു പരിഗണന. അല്ല, ദൂരെ സ്ഥലത്തുനിന്ന് ഇപ്പൊ മീനൊക്കെ വരുന്നത്. അപ്പൊ അവര് ഐസൊക്കെ ഇട്ട്. പൊതുവെ മീൻ നല്ല വില കൂടിയിട്ടുണ്ട് അല്ലേ. ഇത് 100 രൂപയുടെ നെത്തോലിയാ. ഇതിപ്പോ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആളായോണ്ട് നമുക്ക് 100-ന് തന്നു, ഇത്രയും തന്നു. അത്രയും വില കൂടി കിടക്കുകയാണ് മീൻ. ഇപ്പൊ മീനില്ല, പിടിക്കുന്നില്ല, റോളിങ്ങാ. ഈ ഒരു മൂപ്പേ ആകാവുന്നതാണ്. ഈ മൂപ്പല്ല, ചിലർക്ക് ഈ മൂപ്പ് മതി. പിന്നെ എൻ്റെ പിള്ളേർക്ക് ഇച്ചിരിയും കൂടെ നല്ല മൂപ്പ് വേണം. മമ്മിയാണെങ്കിൽ ബെഡ് റോസ്റ്റും കൂടെ ഉണ്ടാക്കിയാൽ മമ്മി വിശ്രമിക്കാനായിട്ട് പോവല്ലേ. അവർ പാക്ക് ചെയ്ത് പോയി കഴിക്കണം. അപ്പൊ ക്യാമറാമാന് കൂടെ വിശ്രമിക്കും അല്ലേ. പിന്നെ കുറെ കഴിഞ്ഞ് മതിയല്ലേ, അതൊക്കെ ഇരിക്കുക. പിന്നെ ഒരു ഉച്ചലത്തേന് വേണ്ടുന്ന കറി പിന്നെ ശരിയാക്കത്തുള്ളൂ. ഉള്ളി അവസാനം ഒന്ന് ഇട്ട് മൂപ്പിച്ച് ഇതിൻ്റെ കൂടെ കോരി ഇടുവാണെങ്കിൽ അതൊക്കെ തിന്നാനൊരു ഇത് വേണം. മീനിൻ്റെ ഒരു ഫ്ലേവറൊന്നും അവർക്ക് അന്നേരമേ ഫീൽ ചെയ്യത്തില്ല. ചില പിള്ളേർക്ക് രണ്ടു പേർക്കും പല രീതിയിലുള്ള മീനാണ് വേണ്ടുന്നത്.
അതിനകത്ത് ഇരട്ടയിൽ മൂത്ത കൊച്ചിന് വേണം. മൂത്താക്ക് ഇളയാക്ക് നല്ലോണം മൂക്കണം ഇറച്ചി. അതുപോലെ ഇളയാക്ക് കഷ്ണ ഭാഗങ്ങളാണ് ഇഷ്ടം. അതിൻ്റെ മൂത്ത ആക്ക് എല്ലോട് കൂടിയ കഷ്ണമാണ് ഇഷ്ടം. അപ്പോൾ ആ രണ്ട് രീതിയിലാണ് ഇവിടെ ഇറച്ചിയുടെ കഷ്ണങ്ങൾ മുറിച്ചിടുന്നത്. അവരെന്നാലേ കഴിക്കും. അമ്മയുടെ രോദനമാണ് ഗൈസ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അല്ല, മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പം മക്കളുടെ ഇഷ്ടമാണത്. അവർക്ക് ആഹാരങ്ങൾ കൊടുക്കുന്ന നമ്മളിരിക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് വെച്ച് കൊടുക്കണം. അവർ കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം മാറും. ഇതേ മുഖം തന്നെ വേറൊരു രീതി മാറും ഗൈസ്. കഴിക്കണം, നമ്മൾ കഴിക്കാനല്ലേ കഷ്ടപ്പെടുന്നത്. പ്രധാനമൊന്നുമില്ല, ഏത് കിട്ടിയാലും കഴിക്കും. അപ്പം ഫ്രൈ ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മക്കൾക്കുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ എല്ലാം ചിലവാക്കുന്നത്. അവർക്ക് എന്താണോ ഇഷ്ടം, പിന്നെ അവർക്ക് ജ്യൂസ്, അതുപോലെ വിറ്റാമിൻ ചേർന്ന കാര്യങ്ങളും എല്ലാവർക്കും ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കും വൈകിട്ട്. അവരുടെ ശരീരത്തിൽ ചെല്ലണം. പിന്നെ അവരെ അതുകൂടെ മൂപ്പിച്ചധികം എരി വേണ്ടുന്ന ഉള്ളിയും കറിവേപ്പിലയും വറുത്ത എണ്ണയിൽ തന്നെ ബാക്കിയുള്ള അരപ്പിനകത്തോട്ട് വരട്ടി മറ്റേ വറുത്തതിനകത്തോട്ട് വിടും. വറുത്ത് അതിലിടും, ഒന്നിച്ചാക്കി ഇളക്കും. എന്നിട്ട് വറ്റലും മുളകും കൂടി ഇതിനകത്ത് ഇത് മൂത്ത് വരുമ്പോൾ ഇടും. അപ്പോൾ അവർ എരി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ 3 മുട്ട. ഈ മുട്ടത്തോടെല്ലാം കഴുകിയിട്ട് കൊണ്ടുവന്ന് തോത്തി വെച്ചിട്ട് കവറുകളിൽ ഇട്ട് വെക്കുക. റോസാ ചെടിക്കൊക്കെ എല്ലാ വളത്തിൻ്റെയും കൂടെ പൊടിച്ച് ചേർക്കാനായിട്ട്. അപ്പോൾ കഴുകി വെച്ചാൽ അതിൻ്റെ ഉറുമ്പരിക്കാതിരിക്കത്തുള്ളൂ. അതിനെ അങ്ങോട്ട് എടുത്ത് വെച്ചേക്കുക. പിന്നെ ഉണക്കമുളക് കൂടി ഇരിപ്പുണ്ട്. ഉണങ്ങി വാങ്ങിക്കുന്ന മുളക് നമ്മൾ തൈരിനകത്തിട്ട് ഉണക്കി വരുന്ന മുളക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അത് ഇതിൻ്റെ മുളക് ഇതിനകത്ത് ഇടുന്നെന്ന് വെച്ചാൽ വേണ്ടുന്നവർക്ക് കഴിക്കാം. എരിവ് വേണമെങ്കിൽ ഇവർ വളരെ എരി കുറച്ച് കഴിക്കുന്നവരാണ്. ഒരുപാട് എരിയൊന്നും ഇതൊക്കെ തിന്നാനൊരു വേണ്ടുന്നൊരു വെളുത്തുള്ളിയൊക്കെ ഇതുപോലൊക്കെ ഇടും. പക്ഷെ ഞാൻ വെളുത്തുള്ളി മീനിനകത്തൊക്കെ അരച്ച് വെക്കും. അതുകൊണ്ട് പിന്നെ അധികമായിട്ടുള്ള വെളുത്തുള്ളി വേണ്ട. ഒരുപാട് വെളുത്തുള്ളി ആയാലും അത് ദോഷം ചെയ്യും. കട്ടി കുറഞ്ഞ ഒരുമാതിരി എട്ടെണ്ണങ്ങൾ തറയിൽ പോകുന്ന ബ്രെഡ് ഉണ്ട് കയ്യിലെടുക്കുമ്പോൾ അത് വേടിക്കരുത്. കുറച്ച് നല്ല ബ്രാൻഡ് നോക്കി നല്ല കട്ടിയുള്ളത് എടുക്കണം. ഷുഗറുകാർ കഴിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ലേറ്റിൻ്റെ ബ്രൗൺ ബ്രെഡ്. അത് ഷുഗറുകാർക്കും രോഗമുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതുപോലെ മുക്കി കഴിക്കാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കും. ഈ കവറുകളെല്ലാം പിന്നെ കവർ എടുക്കുന്നവർ വരും മാസം തോറും. അന്നേരം അവർക്ക് ഉള്ള ഒരു ചാക്ക് കൂടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാം പ്ലാസ്റ്റിക് എടുക്കാൻ വരും. അത് കവറേ നമ്മൾ പാലിൻ്റെ കവറും എല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി മാറ്റിയിട്ടേ കൊടുക്കത്തുള്ളൂ. അവർക്ക് അതുകൊണ്ട് എൻ്റെ കവർ എടുക്കാൻ വരുമ്പോൾ വാടയൊന്നുമില്ല. എല്ലാം ഞാൻ കഴുകും. മീനിൻ്റെയൊക്കെ മീൻ നമ്മൾ പേപ്പറിലാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് കവറ് വെക്കുവാണെങ്കിൽ ആ കവറൊക്കെ സോപ്പിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കും. ഉണക്കിയിട്ട് ചാക്കി വെക്കും. ബ്രെഡിൻ്റെ കവറൊക്കെ അങ്ങനെ കൊടുക്കാവും. ബ്രെഡിൻ്റെ കവറൊന്നും വേണ്ട. നമ്മളെ മീനിൻ്റെ പിന്നെ അതുപോലെ മലക്കറിയൊക്കെ വരുന്നത് ഒന്ന് കഴുകി വിശേഷങ്ങൾക്ക് പ്രത്യേകമാണ്. ഓണത്തിന് മീനും അതും ഇതും ഒന്നും പിറവാതെയും മീനിൻ്റെ പാത്രങ്ങളൊക്കെ വേറെ വെക്കും. മീനൊക്കെ കഴുകി എണ്ണയോ നെയ്യോ ചേർക്കാം, അവരവർക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് കല്ലിൽ തേച്ച. കല്ലല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇവിടെ താഴെ ചോറ് കറി ഒന്നുകൂടെ ഒന്ന് അമർത്തിക്കും. ഇത് പൊതിഞ്ഞേരം താമസിച്ചോ? ഐഡി കാർഡൊക്കെ എന്ത് ചെയ്യുന്നു? ഇവിടെ നേരെ ചോറുണ്ടോ? പാല് കുടിച്ചായിരുന്നോ? ആ ചാനല് ഇടേ ഒരു ഹായ് ഒക്കെ താടേ പോലാടാ.
അയ്യോ എന്താ കുലിക്കുന്നത്. ജിക്കു ഇറങ്ങി ഓടാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. വൺ ബേബി റണ്ണായിരിക്കും ഇന്ന്. അപ്പോൾ മമ്മി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേര് കോളേജിൽ പോയി. രാവിലെ അവരെ വിടാനുള്ള എല്ലാം കഴിഞ്ഞ് ചോറും ഒക്കെ ശരിയായി. പിന്നെ ഇപ്പൊ വെച്ച കറിയിലുള്ളതും ഇരിപ്പുണ്ട്. ഇനി ഉച്ചയ്ക്ക് വേറെ കറി വെക്കണം. കറിയും കൂടെ വെച്ചാൽ മതി ഉച്ചയ്ക്ക്. അതിനി അപ്പോഴും തീരുമാനിക്കുന്നത് എന്തോന്ന് വെച്ചാൽ കൊഞ്ചൊക്കെ ഉണ്ട്. പിന്നെ പച്ചക്കറിയിൽ വെണ്ടയ്ക്ക് കൊഞ്ചിനി വേറെ എല്ലാം കറിയായിട്ട് വെക്കണമെങ്കിൽ മതി. വൈകിട്ട് അപ്പം അത് വെക്കുവാണെങ്കിൽ നമ്മളന്നേരം വീഡിയോ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രൈ ചെയ്യുന്നതൊക്കെ ഇടും. അത് വെക്കണം. അപ്പം എല്ലാവരും അന്നേരം ഇപ്പോഴത്തെ അവരുടെ കാര്യങ്ങളും അവർക്ക് രാവിലെ കഴിക്കാനുള്ളത് കഴിക്കും. ഇവിടെ ഇനി ഇച്ചിരൂടെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കും. അപ്പോഴേ അത് ശരിയാക്കി കഴിക്കും. അതുപോലെ ദോശയോ മാവൊക്കെ പിന്നത്തെ കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചലത്തെ ഒരു 2 കറി വെക്കുന്നതും. കറികൾ ഇരിപ്പുണ്ട്, എന്നാലും ഒരു കറിയും കൂടെ അന്നേരം വേണമെങ്കിൽ വെക്കും. അല്ലാന്നുണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ ഇന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ്, ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് കാണുകയും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാം അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യണം. അപ്പോൾ ടാറ്റ.